നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിൽ പ്രതി മാർട്ടിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. തൃശൂർ സിറ്റി പോലീസാണ് കേസെടുത്തത്. പേര് വെളിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വീഡിയോ മാർട്ടിൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. മാർട്ടിന്റെ വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെയും കേസെടുത്തേക്കും. അതേസമയം വിധി പകർപ്പിലെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വരുന്നുണ്ട്. ദിലീപിനെതിരായ ഗൂഢാലോചന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു സൗണ്ട് തോമ ലൊക്കേഷനിലെ പൾസർ സുനിയുമായുള്ള കൂടിക്കാഴ്ച. ലൊക്കേഷനിലെ പ്രാദേശിക വിഷയം പരിഹരിച്ചത് സുനിയാണ് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ അന്നത്തെ പ്രശ്നം പരിഹരിച്ചത് പോലീസാണെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. നിർണായക സാക്ഷിയായ പുരുഷോത്തമന്റെ മൊഴിയിലെ വൈരുദ്ധ്യവും പ്രതിഭാഗത്തിന് പിടിവള്ളിയായി. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആജ്ഞ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. അത് ഒരുപാട് പേർ അവർക്ക് കിട്ടിയ ഒരു തെളിവൊക്കെയായി വളരെ സന്തോഷത്തോടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം മാർട്ടിൻ മാത്രമല്ല, എന്തെങ്കിലും കിട്ടിയാൽ ഉടൻ അത് ഒരു 10 പേർക്ക് അയച്ച് സന്തോഷം കൊള്ളുന്ന ഈ പ്രചരിപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയും കേസ് വരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് ആ വിഷയത്തിൽ പോലീസ് ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത്? ശ്രീജ, മാർട്ടിൻ കഴിഞ്ഞ ദിവസം ഈ സംഭവിച്ചത് എന്താണ് എന്ന് തനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിൽ അതിജീവിതയുടെ പേര് നിരന്തരം എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇത്തരം ബലാത്സംഗ കേസുകളിലൊക്കെ അതിജീവിതമാരുടെ പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തുന്നത് പണിഷബിൾ ഒഫൻസ് ആണെന്നറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ കേസിലെ പ്രതിയായിട്ടുള്ള മാർട്ടിൻ അത്തരത്തിൽ ഒരു ദീർഘമായ വീഡിയോയിൽ ഉൾപ്പെടെ പലവരു നടിയുടെ പേരിങ്ങനെ ഉച്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം അതിജീവിത ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഈ മാർട്ടിൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിനെതിരെ നടപടി വേണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് അത് പോലീസിന് നിർദ്ദേശം നൽകുന്നതും. തുടർന്ന് അതിജീവിതം നൽകിയിരിക്കുന്ന പരാതിയിന്മേലാണ് തൃശൂർ സിറ്റി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ തരത്തിൽ അതിജീവിതയ്ക്കെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയകളിലുണ്ട്. അത് മാത്രമല്ല, അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടും അവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഒരുപാടായി കാണുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് അറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ഇതിലെ കോടതി ലക്ഷ്യം തന്നെയാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു വിധിയുമായി ബന്ധപ്പെട്ടും ഒരു ജഡ്ജ് ഇത്ര അധികം അധിക്ഷേപത്തിനോ വിമർശനത്തിനോ ഇരയായിട്ടില്ല. ഒരു കോടതി വിധിയും ഉണ്ടായിട്ടില്ല. അതിനു മുൻപ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കോടതി വിധിയെ മാനിക്കുക എന്ന് പറയുന്ന ഒരു മിനിമം മര്യാദ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അത് ഇല്ലാതായത് ഈ ഒരു വിധിയോടുകൂടി ഇല്ലാതായി പോകുന്നു. ജഡ്ജ് വിമർശിക്കപ്പെടുന്നു, കോടതി വിധി വിമർശിക്കപ്പെടുന്നു. അതിനൊപ്പം അതിജീവിതയുടെ പേരും വലിച്ചിഴക്കേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. മാർട്ടിൻ വെളിപ്പെടുത്തുന്ന വീഡിയോ അനുസരിച്ച് മഞ്ജു വാര്യരും അതിജീവിതയും അതുപോലെ ശ്രീകുമാർ മേനോനും നടൻ ലാലുമാണ് ചേർന്നിട്ടാണ് ഈ ദിലീപിനെതിരെയുള്ള ഈ ഗൂഢാലോചന ഉണ്ടാക്കിയതും നടിയെ ആക്രമിച്ച കേസിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതുമെന്നാണ് മാർട്ടിൻ പറയുന്നത്. മാർട്ടിൻ 5 വർഷം ഇതുമായി ബന്ധപ്പെട്ട റിമാൻഡ് കാലയളവിൽ പൂർത്തിയാക്കി. റിമാൻഡ് കാലയളവിൽ 5 വർഷം ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന ആളുകൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോൾ മാർട്ടിനെ നേരത്തെയും ഇത്തരത്തിൽ ഈ കേസുമായി അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും മാർട്ടിൻ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ആദ്യവും നടത്തിയിരുന്നതാണ്. പക്ഷേ ഈ താൻ ശിക്ഷിക്കപ്പെടുന്ന ഒരു നമുക്കറിയാം, ഈ വിധി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ മാർട്ടിൻ കോടതിയിൽ കരഞ്ഞു കാലു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാർട്ടിനും 6ാം പ്രതി പ്രദീപുമായിരുന്നു ഒന്ന് കോടതി മുറിയിൽ കരഞ്ഞ് ബഹളമുണ്ട് പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയതും. അതിനുശേഷവും മാർട്ടിൻ വന്ന് ഇത്തരത്തിൽ അതിജീവിതക്കെതിരെയുള്ള പരാമർശങ്ങൾ, അത് പ്രത്യേകിച്ചും അതിജീവിത എന്ന് പരാമർശിക്കാതെ അതിജീവിതയുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് ഈ നീക്കം ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട കേസുകളിലും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അന്ന് ഈ വിധി പറയുന്ന ദിവസം നടത്തിയിട്ടുള്ള ചാനലുകൾ, അതായത് കോടതി അലക്ഷ്യം നടത്തിയിട്ടുള്ള ചാനലുകൾക്കെതിരെയും സമൂഹ മാധ്യമങ്ങളോട് കോടതി അലക്ഷ്യം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില കേസുകളും ഒക്കെ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിലവിൽ, അതായത്
ആളുകളെ കണ്ടെത്താൻ പറ്റാത്ത തരത്തിലേക്ക് അധിക്ഷേപ പരാമർശങ്ങളും ഈ പറയുന്നത് പോലെ കോടതിയെ ലക്ഷ്യവും കണ്ടന്റ് ഓഫ് കോർട്ടിലേക്ക് കേസെടുക്കാൻ പാകത്തിനുള്ള തരത്തിലുള്ള നീക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അതിജീവിതക്കെതിരെയുള്ള പരാമർശത്തിൽ അത് കേസിലെ പ്രതി കൂടിയായ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന ഒരാൾ കൂടിയാണ് ഇത്തരത്തിൽ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതും ആ പോസ്റ്റിലൂടെ തന്നെ അതിജീവിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെയാണ് തൃശൂർ സിറ്റി പോലീസ് ഈ വിഷയത്തിൽ അതിജീവിയുടെ പരാതിയെ അടിസ്ഥാനമാക്കി തൃശൂർ സിറ്റി പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശ്രീജ, ഇനി രണ്ടാമത്തെ കാര്യം, ഈ വിധിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ ആജ്ഞ. ഓരോ ദിവസവും ഈ 10,700 പേജുള്ള ഒരു വിധിന്യായമാണ്. അതിൽ നിന്ന് ഈ കേസ് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു കേസ് എന്ന നിലയ്ക്ക് അതിലെ ഓരോ വിവരങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വരുന്നത് ഈ ദിലീപിനെതിരായ ഗൂഢാലോചന ആരോപണങ്ങൾ. തെളിവില്ലെന്ന് കണ്ട 7 ആരോപണങ്ങളാണ് പ്രധാനമായും കോടതി തള്ളിയിട്ടുള്ളത്. അതിലൊന്നായിരുന്നു ഈ സൗണ്ട് തോമ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലെ പൾസർ സുനിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച ഗൂഢാലോചന എങ്ങനെയാണ് ഉത്തരവിൽ പരാമർശിക്കപ്പെടുന്നത്? ഈ പുരുഷോത്തമൻ, അന്നത്തെ നിർണായക സാക്ഷിയായ പുരുഷോത്തമന്റെ മൊഴിയിൽ എന്താണ് പറയുന്നത്? ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ സാക്ഷിയെ, അതായത് PW48 ആണ് പുരുഷോത്തമനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 48 എന്ന് പറയുന്ന പുരുഷോത്തമനാണ് ഈ പൾസർ സുനി ഇവിടെ കൃത്യമായി ഉണ്ടായിരുന്നു, സൗണ്ട് തോമയുടെ സെറ്റിൽ കൃത്യമായി ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്താൻ പുരുഷോത്തമന്റെ മൊഴിയായിരുന്നു അന്ന് പ്രോസിക്യൂഷൻ ഉപയോഗിച്ചിരുന്നത്. അതേസമയം പുരുഷോത്തമൻ കൃത്യമായി മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞതും വിചാരണ കോടതിയിൽ പറഞ്ഞതും തമ്മിലുള്ള മൊഴികളുടെ വൈരുദ്ധ്യമാണ് കോടതി പ്രധാനമായും ശ്രദ്ധിച്ചത്. അതുമാത്രമല്ല, പുരുഷോത്തമൻ പറയുന്നത് ആദ്യഘട്ടത്തിൽ പുരുഷോത്തമൻ മുകേഷിന്റെ മേക്കപ്പ് മാൻ ആണെന്ന് പറയുന്നു, പിന്നീട് ഹെയർ ഡ്രസ്സർ ആണെന്ന് പറയുന്നു, പിന്നീട് പുരുഷോത്തമൻ തന്നെ പറയുന്നു താനൊരു മേക്കപ്പ് അസിസ്റ്റന്റ് മാത്രമാണ്, താൻ മുകേഷിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റോ ഒന്നുമല്ല, ഒരു മേക്കപ്പ് അസിസ്റ്റന്റ് മാത്രമാണെന്ന് പറയുന്നു. പക്ഷേ സൗണ്ട് തോമയുടെ ക്രെഡിറ്റ് ലൈനിൽ എവിടെയും പുരുഷോത്തമന്റെ പേര് കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുരുഷോത്തമൻ പറയുന്നതനുസരിച്ച് പൾസർ സുനിയും പുരുഷോത്തമനും കൃത്യമായിട്ട് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്ന ഹോട്ടലിൽ ഉണ്ടായിരുന്നു. പുരുഷോത്തമനും പൾസർ സുനിയും ഒരേ റൂമിലായിരുന്നു താമസിച്ചിരുന്നത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയിരുന്ന മൊഴിയിൽ പറഞ്ഞത്. ഈ മുറിയിൽ അവർ റൂം ഷെയർ ചെയ്തിട്ടായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അതേസമയം ഈ മൊഴി ഇവിടേക്ക് വന്നപ്പോൾ, അതായത് വിചാരണ കോടതിയിലേക്ക് വന്നപ്പോൾ പുരുഷോത്തമൻ പറയുന്നത് പൾസർ സുനി തന്റെ മുറിയിലായിരുന്നു താമസം, പക്ഷേ അങ്ങോട്ടേക്ക് പൾസർ സുനിയെ കയറ്റാൻ അനുവദിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും പൾസർ സുനി മദ്യപിച്ച് വന്ന് ബഹളമുണ്ടാക്കിയിരുന്നു, അതുകൊണ്ട് പൾസർ സുനിയെ മുറിയിൽ നിന്നും പുറത്താക്കി എന്നാണ് ആദ്യഘട്ടത്തിൽ പറയാതിരുന്ന രണ്ടാമത്തെ മൊഴി. അങ്ങനെയായിരുന്നു. ഈ ഒരു വൈരുദ്ധ്യം തന്നെ കോടതി ആദ്യഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷനോട് വിമർശനാത്മകമായി തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. കാരണം എന്തുകൊണ്ട് പുരുഷോത്തമൻ ആദ്യം പറഞ്ഞില്ല? പുരുഷോത്തമൻ ആദ്യഘട്ടത്തിൽ പൾസർ സുനിയോടൊപ്പം താമസിച്ചിരുന്നു. പൾസർ സുനി നിരന്തരം, അതായത് ഈ സൗണ്ട് തോമയുടെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുകേഷിന്റെ ഡ്രൈവർ എന്നുള്ള പേരിലാണ്. അതേസമയം മുകേഷിനെ വിസ്തരിച്ചപ്പോൾ മുകേഷ് പറയുന്നത് മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹം, പക്ഷേ ഈ പറയുന്ന കാലഘട്ടത്തിൽ ആയിരുന്നു എന്ന് മുകേഷിന് ഓർമ്മയില്ല. പ്രത്യേകിച്ചും പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളായിരുന്നു താൻ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് സൗണ്ട് തോമയുടെ ലൊക്കേഷനിൽ പൾസർ സുനി തന്റെ ഡ്രൈവറായി വരേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മുകേഷ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, വ്യക്തമാക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണ് മുകേഷിനെ വിസ്തരിച്ചിരിക്കുന്ന സാഹചര്യത്തിലും മുകേഷ് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. പൾസർ സുനി ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അങ്ങേയറ്റം മാന്യതയോടുകൂടിയാണ് തന്നോടും തന്റെ കുടുംബത്തോടും പെരുമാറിയിട്ടുള്ളത്. അത്രമാത്രമേ പൾസർ സുനിക്ക് തനിക്ക് പൾസർ സുനിയെ കുറിച്ച് അറിയുകയുള്ളൂ. ഒരു 6-7 മാസക്കാലത്തോളം അദ്ദേഹം തന്റെ ഡ്രൈവറുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന സൗണ്ട് തോമയുടെ ലൊക്കേഷനിൽ അദ്ദേഹം വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് മുകേഷിന്റെ പേഴ്സണൽ ഡ്രൈവറാണ് എന്നാണ്. അതുമാത്രമല്ല, ഈ പൾസർ സുനി ദിലീപും തമ്മിലുള്ള ഗൂഢാലോചനയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട സംഭവം, പൾസർ സുനി അവിടെ ലോക്കലായിട്ട്, അത് പ്രാദേശികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചില ഗുണ്ടകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പൾസർ സുനിയാണ് ഇടപെട്ടത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഈ പൾസർ സുനിയും ദിലീപും തമ്മിൽ
അതായത് ദിലീപ് ആ സമയത്താണ് പൾസർ സുനിയെ നോട്ട് ചെയ്യുന്നതും ദിലീപിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് ഈ നടിയെ ആക്രമിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നടി ഈ സിനിമ ഇൻഡസ്ട്രി വിട്ടു പോകുന്നതിന് മുമ്പേ, വിവാഹം കഴിച്ച സിനിമ ഇൻഡസ്ട്രി വിട്ടു പോകുന്നതിന് മുൻപേ ഇത് നടപ്പിലാക്കണമെന്ന് ദിലീപിനുണ്ടായിരുന്നു. 2013 മുതലുള്ള കാലഘട്ടത്തിൽ, അതായത് അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ദിലീപിന് നടിയുമായി ശത്രുത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കൊട്ടേഷൻ നടപ്പിലാക്കണമെന്ന് കരുതി ആദ്യഘട്ടത്തിൽ പൾസർ സുനിയെ തന്നെയാണ് ദിലീപ് വിശ്വാസത്തിലെടുക്കുന്നതും ഈ വിശ്വാസത്തിലെടുക്കാനുണ്ടായ സാഹചര്യം ഇവിടെ പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള ഈ ഗുണ്ട പ്രശ്നമായിരുന്നു. അത് പൾസർ സുനി പരിഹരിച്ചതുമാണ്. ഇത് ദിലീപ് പൾസർ സുനിയെ വിശ്വാസത്തിലെടുക്കാനുണ്ടായ സാഹചര്യം അതാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെ വിസ്തരിക്കുന്ന സാഹചര്യത്തിൽ കോടതി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ പ്രാദേശികമായുള്ള ഒരു പ്രശ്നം പരിഹരിച്ചത് ലോക്കൽ പോലീസാണ് എന്ന് ബൈജു പൗലോസിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതിരുന്നത് എന്ന് തന്നെയാണ്. കൃത്യമായ രേഖകളുണ്ട് ശ്രീജ. ഈ ലോക്കൽ പോലീസ് തന്നെ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത്. അതിന്റെ ഡോക്യുമെന്റുകളും പോലീസ് സ്റ്റേഷനിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വെളിപ്പെട്ടതുമാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന് അത് കൃത്യമായി കോടതിയിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പൾസർ സുനി ഈ പ്രാദേശികമായ പ്രശ്നങ്ങൾ പരിഹരിച്ചത് പൾസർ സുനിയാണെന്ന് പറയുകയും അതേസമയം തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോലീസാണെന്ന് വരുത്തി തീർക്കുകയും പോലീസാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയും ചെയ്തിരുന്നു. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 സാക്ഷികളെ പ്രധാനപ്പെട്ട രേഖകളും തെളിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട സൗണ്ട് തോമയുടെ സെറ്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു, പുരുഷോത്തമന്റെ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ. മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു വൗച്ചറാണ്, ഒരു റെസിപ്റ്റ് പൾസർ സുനിക്ക് സുനിൽ കുമാർ ബ്രാക്കറ്റിൽ ഗുണ്ട എന്നെഴുതി 57 നമ്പർ വൗച്ചർ, ഒരു റെസിപ്റ്റ്. അതിലെ 650 രൂപ പൾസർ സുനിക്ക് ഈ സുനിൽ കുമാറിന് നൽകിയതായി കണക്കാക്കപ്പെടുന്നു. ഇത് പൾസർ സുനിക്ക് ഈ പ്രശ്നം പരിഹരിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയതാണ് എന്നുള്ളതാണ്. പക്ഷെ ആദ്യഘട്ടത്തിലൊന്നും ഈ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. പിന്നീടാണ് കൂടുതൽ ഇവരുടെ ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു റെയ്ഡ്, അതായത് മറ്റൊരു കാര്യത്തിന് എന്നുള്ള തരത്തിലൊരു റെയ്ഡ് നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ റെസിപ്റ്റ് ഇവിടെ കോടതിയിൽ ഹാജരാക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ 57 നമ്പർ റെസിപ്റ്റിൽ നൽകിയിരിക്കുന്ന സുനിൽ കുമാർ ബ്രാക്കറ്റിൽ ഗുണ്ട എന്ന് എഴുതിയിരിക്കുന്ന പൾസർ സുനിക്ക് നൽകിയിരിക്കുന്ന ഈ ഗുണ്ട പ്രശ്നം പരിഹരിച്ചതുമായി ബന്ധപ്പെട്ട് പൾസർ സുനിക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലമാണ് എന്നാണ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷൻ വാദിച്ചത്. അങ്ങനെയാണ്. പക്ഷേ പ്രതിഭാഗം വക്കീൽ ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു ബഞ്ച് ഓഫ് ഈ റെസിപ്റ്റ് എടുത്തിട്ട്, അതായത് 57 56 മുതൽ മുന്നോട്ടും അതുപോലെ 58 മുതൽ ബാക്കിലോട്ടുമുള്ള എല്ലാ റെസിപ്റ്റുകളും അദ്ദേഹം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതിലൊക്കെയും, അതായത് ആ ഒരു ഫുൾ വൗച്ചർ എന്ന് പറയുന്നത്, ആ ഒരു ബണ്ടിൽ ഓഫ് വൗച്ചർ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക്, ഗുണ്ടകളായി അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലത്തിന്റെ റെസിപ്റ്റാണ് എന്നാണ് കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത്. അത് നിഷേധിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അത് പ്രത്യേകിച്ചും ബിനീഷ് ബ്രാക്കറ്റിൽ ഗുണ്ട ജൂനിയർ ആർട്ടിസ്റ്റ് 1500 രൂപ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ പേര്, അല്ലെങ്കിൽ കുട്ടികൾ പ്ലസ് ചിൽഡ്രൻ 3000 രൂപ, അതും ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് മാത്രമായിരിക്കാം ഈ സുനിൽ കുമാർ ഗുണ്ട എന്ന് എഴുതിയത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം ഖണ്ഡിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഈ 2 തെളിവുകളും കോടതിയിൽ തെളിയിക്കാൻ, അത് പ്രത്യേകിച്ചും ഗൂഢാലോചനയാണ്, ദിലീപിന്റെ ഗൂഢാലോചന തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു എവിഡന്റ് ആണ്, 2 എവിഡന്റുകളാണ് എന്നുള്ള കാര്യത്തിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പ്രോസിക്യൂഷൻ ഈ കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ടു എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. വിധിന്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ തെളിവുകളുടെ അഭാവം ഉണ്ടായത് എന്നുള്ള കാര്യവും അടിവരയിട്ട് പറയുന്നുണ്ട്. ശ്രീജ, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വിധി പകർപ്പിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ദിലീപിനെതിരായ ഗൂഢാലോചന ആരോപണങ്ങൾ പൊളിഞ്ഞത് എന്നത് വ്യക്തമാവുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പൾസർ സുനിയുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. ആ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ലൊക്കേഷനിൽ ഒരു പ്രാദേശിക വിഷയം പരിഹരിച്ചത് അന്ന് സുനിയാണ് എന്നൊരു വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. എന്നാൽ പ്രശ്നം പരിഹരിച്ചത് പോലീസാണെന്ന് ഉത്തരവിൽ പറയുന്നു. ഒപ്പം ഈ പൈസ കൊടുത്തതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് പൈസ കൊടുത്തത്, അതൊരു ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുത്തതാണ് എന്ന പ്രതിഭാഗത്തിൻ്റെ വാദമാണ് പിന്നീട് കോടതിയിൽ അംഗീകരിക്കപ്പെട്ടത്. ഇതെല്ലാം വിധിന്യായത്തിലുണ്ട്. 1700 പേജുള്ള ഒരു വലിയ ബൃഹത്തായ വിധിന്യായമാണ്. ഇതിൽ നിന്ന് ഓരോ വിവരങ്ങളായി ഇപ്പോൾ പുറത്തു വരുമ്പോഴാണ് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നത്.
പ്രഭാസ് ചിത്രം ദ രാജാ സാബിന്റെ ഓഡിയോ ലോഞ്ചിനിടെ നായിക നിധി അഗർവാളിന് നേരെ ആരാധകരുടെ അതിക്രമം. ഹൈദരാബാദിലെ ലുലു മോളിൽ വെച്ച് നടന്ന പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ നടി ആൾക്കൂട്ടത്തിനിടയിൽ അകപ്പെടുകയായിരുന്നു. ആരാധകർ നിധിയെ തൊടാനും വസ്ത്രത്തിൽ പിടിച്ചു വലിക്കാനും ശ്രമിച്ചു. തുടർന്ന് ഏറെ പണിപ്പെട്ടാണ് വാഹനത്തിൽ കയറി നടിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായത്. സംഭവത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നാണ് വ്യാപകമായ വിമർശനം. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, എപ്പോഴും ഈ അതിരുവിടുന്ന ആരാധന നമുക്ക് സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തെലുങ്കിലും തമിഴിലുമൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരാളുടെ ജീവന് തന്നെ ആപത്തുണ്ടായേക്കാവുന്ന വിധത്തിലുള്ള ഒരു അതിക്രമത്തിലേക്കാണ് പോയത്. ഭാഗ്യം കൊണ്ട് നിധി അഗർവാൾ അവിടെ നിന്ന് പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത്. ഏത് തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചത്? ഈ ഒരു കാര്യം സംബന്ധിച്ച്, അതായത് ഈ ഓഡിയോ ലോഞ്ച് ഇത്തരത്തിൽ ഹൈദരാബാദിലെ ലുലു മോളിൽ സംഘടിപ്പിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് ഈ പരിപാടിയുടെ സംഘാടകർ പോലീസ് അധികൃതർക്ക് കൃത്യമായിട്ടുള്ള വിവരം കൈമാറിയില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം. അതായത് പോലീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു അനുമതി ഇക്കാര്യത്തിൽ വാങ്ങിയിരുന്നില്ല. ഇത്ര പോലീസുകാരെ ഈ സുരക്ഷയ്ക്കായി ഇവിടെ വിന്യസിക്കണം, ഇത്രയധികം ആളുകൾ ഇവിടെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ വേണ്ടപ്പെട്ട അധികൃതർക്ക് ഇവർ കൈമാറിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനെതിരെ ഈ ലുലു മോളിൻ്റെ അധികൃതർക്കെതിരെയും അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച, ഈ ഓഡിയോ ലോഞ്ച് സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെയും നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായി അവിടെ ഹൈദരാബാദ് പോലീസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു പരിപാടിയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ പ്രഭാസിൻ്റെ ഈ ജനുവരി റിലീസാകാൻ പോകുന്ന ചിത്രമാണ് ദി രാജാ സാഹിബ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചാണ് ഇന്നലെ ഹൈദരാബാദിലെ ലുലു മോളിൽ സംഘടിപ്പിച്ചത്. എന്നാൽ ചിത്രത്തിലെ പ്രധാന താരങ്ങളായിട്ടുള്ള പ്രഭാസ് ആണെങ്കിലും അതുപോലെ തന്നെ ഹിന്ദി താരം സഞ്ജയ് ദത്ത് ആണെങ്കിലും അദ്ദേഹം ഒന്നും തന്നെ ഇന്നലത്തെ ചടങ്ങിന് എത്തിയിരുന്നില്ല. സംവിധായകൻ മാരുതി, അതുപോലെ തന്നെ സംഗീത സംവിധായകനായിട്ടുള്ള തമൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഓഡിയോ ലോഞ്ച് നടന്നത്. ഈ ഓഡിയോ ലോഞ്ചിൽ ഒരു പാട്ടാണ് പുറത്തുവിട്ടത്. ഈ ഗാനരംഗത്തിൽ ഇപ്പോൾ നിലവിൽ ഈ അതിക്രമം നേരിട്ട നിധി അഗർവാളും പിന്നെ പ്രഭാസും കൂടിയുള്ള ഒരു ഗാനരംഗമാണ്. ഈ ഒരു പാട്ടാണ് ഇന്നലെ പുറത്തുവിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിധി അഗർവാളിൻ്റെ സാന്നിധ്യം ഈ പരിപാടിയിലുണ്ടായിരുന്നു. ചിത്രത്തിലെ മറ്റൊരു നായികയാണ് മലയാളിയായിട്ടുള്ള മാളവിക മോഹൻ. എന്നാൽ മാളവിക ഈ ചടങ്ങിൽ എത്തിയിരുന്നില്ല. അപ്പോൾ ഈ നിധി അഗർവാൾ ഇവിടെ നിന്ന് ഈ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് മാളിൽ നിന്ന് പുറത്തേക്ക് പാർക്കിംഗ് ലോട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ആരാധകർ ഇവർക്ക് ചുറ്റും കൂടിയത്. പോലീസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകാതിരുന്നതിനാൽ തന്നെ ഇവിടെ അനിയന്ത്രിതമായിട്ടുള്ള ഒരു ജനക്കൂട്ടം ഉണ്ടാവുകയും ഇവരെ പൊതിഞ്ഞുകൊണ്ട് ഇവരുടെ ശരീരത്തിൽ തൊടാനും സെൽഫി എടുക്കാനും എല്ലാം ഇവർ ശ്രമം നടത്തുകയുണ്ടായി. ഈ ഒരു നിയന്ത്രണം ഇവിടെ ആകെപ്പാടെ ആളുകളെ നിയന്ത്രിച്ചിരുന്നത് ലുലു മോളിലെ സുരക്ഷാ ജീവനക്കാരും അതുപോലെ തന്നെ ഈ നടിയുടെ ബൗൺസർമാരും മാത്രമായിരുന്നു. എന്നാൽ ഈ ആളുകളുടെ എണ്ണം അനിയന്ത്രിതമായി അവിടെ തടിച്ചുകൂടുകയും ഇവരുടെ കയ്യിൽ ഈ ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. അങ്ങനെയാണ് ഈ വലിയൊരു തരത്തിലുള്ള സെക്യൂരിറ്റി ബ്രീച്ച് ഇവിടെ സംഭവിക്കുകയും നടിക്ക് നേരെ ഈ ആളുകൾ പാഞ്ഞെടുക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ പരിക്കൊന്നും ഏൽക്കാതെ അവർ വാഹനത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നത് വളരെയധികം ആശ്വസിക്കാവുന്ന കാര്യമാണ്. എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നത്. ഈ ഹൈദരാബാദ് തന്നെ, ഇതേ നഗരത്തിൽ തന്നെ ഇപ്പോൾ ഒരു വർഷം മുൻപേ പുഷ്പ 2 ചിത്രത്തിൻ്റെ റിലീസിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രീമിയർ ഷോ അത് കാണാനായിട്ട് അല്ലു അർജുൻ അതുപോലെ തന്നെ രശ്മിക മന്ദാന തുടങ്ങിയിട്ടുള്ള താരങ്ങൾ വന്നപ്പോഴുണ്ടായ ഒരു തിരക്കും ആൾക്കൂട്ടം എല്ലാം നമ്മൾ കണ്ടതായിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ ഒരു അമ്മയും കുഞ്ഞും ഉൾപ്പെടെ മരിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. അപ്പോൾ ഇത്ര വലിയൊരു ദുരന്തം, സംഭവിച്ച ആ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരു നഗരമാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. എന്നാൽ അത്ര വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് പോലും ഇപ്പോഴും യാതൊരു സുരക്ഷാ നിയന്ത്രണങ്ങളുമില്ലാതെ സിനിമാ പരിപാടികൾ അവിടെ തന്നിഷ്ടപ്രകാരം എല്ലാവരും നടത്തിക്കൊണ്ട്
നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു ഏറ്റവും പുതിയ നിധി അഗർവാളിന് നേരിടേണ്ടി വന്ന ദുരനുഭവം. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഈ പരിപാടി നടത്തുന്നതിന് തന്നെ സംഘാടകർ അനുമതി തേടിയിരുന്നില്ല എന്ന വിവരങ്ങൾ വരുമ്പോഴാണ് അതിനിടെ സംഭവിച്ച ഈ വലിയ സുരക്ഷാ വീഴ്ചയും ആശങ്കയുണ്ടാക്കുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന്, ആരാധനമൂത്തുള്ള ആക്രമണത്തിൽ നിന്ന് പരിക്കേൽക്കാതെ അവർ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് ഹൈക്കോടതി വീണ്ടും തടഞ്ഞിരിക്കുന്നു എന്നതാണ്. അടുത്ത മാസം 7 വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. കേസ് ജനുവരി 7-ന് വീണ്ടും പരിഗണിക്കും. രാഹുലിനെതിരായ ആദ്യ കേസിൽ ഇത് 3-ാം തവണയാണ് ഹൈക്കോടതി അറസ്റ്റ് തടയുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഈ തീരുമാനം. ഒന്നാമത്തെ കേസിൽ ഇതിപ്പോൾ 3-ാം തവണ കോടതിയിലേക്ക് എത്തുന്നു. 3 തവണയും അറസ്റ്റ് തടഞ്ഞു. ഇപ്പോൾ ഇത്തവണ ജനുവരി 7 വരെ സമയം കൂടി കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റവും ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 3-ാം തവണയാണ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇനി ജനുവരി 7-ാം തീയതിയാണ് വീണ്ടും ഈ കേസ് പരിഗണിക്കുക. ഇന്ന് വിശദമായ വാദം, ഒന്നാമത്തെ പരാതിയിലാണ് ഈ നടപടിക്രമങ്ങൾ. വിശദമായ വാദം ഇന്ന് ഹൈക്കോടതി കേട്ടിട്ടുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അഡ്വക്കേറ്റ് എസ് രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായതും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. അത് മാത്രമല്ല, നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ നേരിട്ട് ജാമ്യ ഹർജി സമർപ്പിക്കാനായിരുന്നു നീക്കം. പക്ഷേ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സെഷൻസ് കോടതി വഴിയാണ് ഇപ്പോൾ ജാമ്യ ഹർജികൾ പരിഗണിക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യവുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയുമായി പരിഗണിച്ചത്. ആ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോവുകയും തുടർന്ന് ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം രണ്ടാമത്തെ കേസ് മുൻകൂർ ജാമ്യം തിരുവനന്തപുരം സെഷൻസ് കോടതി അനുവദിച്ചെങ്കിൽ പോലും ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ള ജഡ്ജിന്റെ പരാമർശമാണ് സർക്കാരിനെ വീണ്ടും അത് ഹൈക്കോടതിയിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് കൃത്യമായ ജഡ്ജ് അത്തരത്തിലൊരു മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു അഭിപ്രായം ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. 2, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള ആരോപണമാണ് സർക്കാരിനുള്ളത്. ആ കേസും കഴിഞ്ഞ ദിവസം പരിഗണിച്ച സാഹചര്യത്തിൽ അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുമെന്നാണ്, ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഏകദേശം 3 ആഴ്ചയോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിലാക്സേഷൻ ടൈം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് ഇന്നുകൂടിയായിരുന്നു അറസ്റ്റ് തടഞ്ഞുണ്ടായിരുന്ന നടപടി നേരത്തെ ഉണ്ടായിരുന്നത്. അതാണ് ഒരു 3 ആഴ്ച കാലത്തെ കൂടി, ജനുവരി 7 വരെ ഉള്ള സമയത്തേക്ക് കൂടി ഹൈക്കോടതി നീക്കിവെച്ചിരിക്കുന്നത്. ജനുവരി 7-ന് വീണ്ടും കേസ് പരിഗണിക്കും. ശ്രീജ, ആജ്ഞ, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ 3 തവണയായി കോടതിക്ക് മുന്നിൽ എത്തുമ്പോഴും കോടതി അറസ്റ്റ് തടയുകയാണ്. ഒരുപക്ഷെ രാഹുലിനെ അനുകൂലിക്കുന്നവരൊക്കെ പറയുന്നത് ഈ കേസിനെ കോടതി അങ്ങനെയാണ് കാണുന്നത്. അത്രത്തോളം ഗൗരവമായി കാണുന്നെങ്കിൽ ഈ അറസ്റ്റ് തടയുന്നൊരു നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നതാണ്. സാങ്കേതികമായി എന്തുകൊണ്ടാണ് ഇത് നീട്ടിവെക്കുന്നതിനനുസരിച്ച് അറസ്റ്റ് തടയാതെ പോവുകയും അല്ലെങ്കിൽ രാഹുലിന് തൽക്കാലം പുറത്തിറങ്ങി നടക്കാൻ തടസ്സമൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്? ശ്രീജ, അറസ്റ്റ് തടയുന്ന നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിന് പിന്നെ ഇതുണ്ടാവില്ല, പ്രസക്തി ഉണ്ടാവില്ല. പ്രത്യേകിച്ചും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഇത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അത് മാത്രമല്ല, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റിമാൻഡിലേക്ക് പോകുന്നത്, അതിനുള്ള റിമാൻഡ് കാലാവധിക്ക് ശേഷമായിരിക്കും ജാമ്യത്തിലേക്കോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ ഒക്കെ പോവുക. അതുകൊണ്ട് തന്നെ ഇത് ജാമ്യമില്ലാത്ത ഒരു വകുപ്പായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പരിഗണന ഈ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനല്ല അങ്ങനെ ഒരു ഹർജിക്കാരൻ കൊടുക്കുന്നത് അങ്ങനെയാണ്. അതുമാത്രമല്ല, അവധിക്കാല ബെഞ്ച് ഈ കേസ് അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി ഒരു ഘട്ടത്തിലും
ആദ്യത്തെ ഒരു തവണ മാത്രമാണ് അടിയന്തരമായി പരിഗണിച്ചത്. ബാക്കിയൊന്നും ഈ ഹൈക്കോടതിയുടെ അടിയന്തരമായി പരിഗണിക്കുന്ന ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരിക്കെതിരെയുള്ള സാഹചര്യങ്ങൾ കോടതി കേൾക്കാതെയാണ് മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യമുള്ളത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ ആദ്യത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് അത് കേൾക്കാനുള്ള സാഹചര്യം, വിശദമായ വാദം ഇന്ന് നടന്നിട്ടുണ്ട്, അത് കോടതി കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ വിധി പറയാൻ വേണ്ടി എനിക്ക് തോന്നുന്നു അവധിക്കാലത്തിനായി കോടതി ഉടൻ അടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്ര അധികം നീട്ടി വെച്ചിട്ടുണ്ടാവുക. എന്തായാലും അതുവരെ അറസ്റ്റ് തടയുന്ന ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നോട്ട് ടു അറസ്റ്റിന് കൂടിയുള്ള ഒരു ഹർജി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ളത്. അതുകൂടി പരിഗണിച്ചാണ് നോട്ട് ടു അറസ്റ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഹൈക്കോടതി പോയിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ കേസിലും ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്കറിയാം അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം തള്ളുന്ന നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അത് ഉടനടി അറസ്റ്റിലേക്ക് പോകുന്ന നീക്കവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. മഫ്തിയിൽ പോലീസ് എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ഫോളോ ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. സുരക്ഷ ഉറപ്പാക്കാനാണ് എന്ന് പോലീസുകാർ പറഞ്ഞിരുന്നെങ്കിലും അതിന് ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് എന്നാണ് പരാമർശിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഇടക്കാല ഉത്തരവ് കൊണ്ട് ആശ്വാസം എന്നുള്ള തരത്തിൽ വേണം അതിനെ പരിഗണിക്കാൻ. ശ്രീജ, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അടുത്ത മാസം 7-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാണ്. അതുവരെ ഇനി കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ, ആദ്യത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജനുവരി 7 വരെ രാഹുലിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കാസർഗോഡ് പട്ടാപ്പകൽ സിനിമാ സ്റ്റൈലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. നോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ ഇന്നലെ കാറിലെത്തിയ ആന്ധ്രയിൽ നിന്നുള്ള സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. കർണാടക ഹാസനിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, പൊതുവെ ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ ആവുമ്പോൾ പരാതിക്കാരും ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോകുന്നു. സ്വാഭാവികമായ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് എവിടെയാണ്, എന്താണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്? ശ്രീജ, ഇതിലേറ്റവും പ്രധാനം ഈ അനീഫ എന്ന് പറയുന്ന മേൽപ്പറമ്പ് സ്വദേശിയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇയാളും ഈ സംഘത്തിലെ കണ്ണിയാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ നോട്ട് ഇരട്ടിപ്പിക്കൽ, അതോടൊപ്പം കള്ളപ്പണ ഇടപാട്, ഇതാണ് ഈ സംഘത്തിന്റെ പ്രധാനമായ പരിപാടി. ഇതിൽ ആന്ധ്രയിൽ നിന്നുള്ള സംഘങ്ങളെ ഇവർ പറ്റിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇവർ 2000-ന്റെ നിരോധിക്കപ്പെട്ട നോട്ടുകൾക്ക് പകരം 70 ലക്ഷത്തോളം രൂപ വാങ്ങി അത്തരം നോട്ടുകൾ നൽകാമെന്ന് പറഞ്ഞ് ഇവരെ കബളിപ്പിച്ചു. ഇതാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെ കാരണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടത്തുന്ന സംഘങ്ങളാണ് തമ്മിലുള്ള ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിനൊക്കെ ഉണ്ടായത്. ഏതായാലും ഇന്നലെ 12-ഓട് കൂടിയാണ് നമ്മൾ സിനിമാ കഥകളിലൊക്കെ കാണുന്നത് പോലെ ഒരു കാറിലെ ഒരു സംഘം എത്തുന്നു. ഹോട്ടലിന് മുന്നിൽ നിൽക്കുന്ന ഈ അനീഫയെ ബലമായി കാറിലേക്ക് പിടിച്ച് കയറ്റിക്കൊണ്ടുവന്നു. 150 മീറ്ററോളം ദൂരത്ത് സഞ്ചരിച്ചതിന് ശേഷമാണ് പോലീസിന് ഇവരെ പിടികൂടാനായത്. ടൗൺ പോലീസിലേക്ക് ഈ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ, ഈ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഈ വിവരം അറിയിക്കുന്നത്. ഇങ്ങനെ ഒരാളെ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്ന താൻ കണ്ടു എന്ന്. പിന്നീട് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ വാഹനം തലപ്പാടി അതിർത്തി കടന്നിരുന്നു. അങ്ങനെ കർണാടക പോലീസിനെ വിവരം അറിയിക്കും. പിന്നീട് ഹാസന് സമീപം സകലേശ്വരയിൽ നിന്നാണ് ഈ വാഹനം ഉൾപ്പെടെ ഹനീഫയെ ഉൾപ്പെടെ ഈ പോലീസ് ഇവരെ പിടികൂടുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പിടികൂടിയവരെല്ലാം ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലുണ്ടായിരുന്നത്. അതിന് പുറമെ കാസർഗോഡ് സ്വദേശികളായ 3 പേർ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇത് കൊട്ടേഷൻ നൽകിയത് കാസർഗോഡ് തന്നെയുള്ള ആളുകൾ എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും പോലീസ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ മുൻ വർഷങ്ങൾ, കുറെ കാലങ്ങൾക്ക് മുൻപൊക്കെ വലിയ കള്ളക്കടത്തിന്റെയും അത്തരത്തിലുള്ള ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കള്ളക്കടത്ത് സംഘങ്ങൾ സജീവമാവുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. കാരണം നഗരത്തിലാണ് ഈ സംഭവം നടന്നത്, പട്ടാപ്പകലാണ് ഈ സംഭവം നടന്നത്. ഇത്തരത്തിൽ ആളുകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരാളെ
തട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 150 മീറ്ററോളം ദൂരത്തേക്ക് ഇവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഏതായാലും ഈ ദൃക്സാക്ഷി ഇത്തരത്തിലൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഈ ഹനീഫയെ ജീവനോടെ തന്നെ കിട്ടിയെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇവർ തമ്മിലുള്ള ഈ കള്ളപ്പണ ഇടപാടും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സംഭവത്തിലുള്ള തർക്കം, പണം സംഭവങ്ങളൊക്കെയുള്ള തർക്കം തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന നിർണായക വിവരം പുറത്തു വരുന്നു. അതോടൊപ്പം പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ ഹനീഫ എന്ന് പറയുന്ന മേൽപ്പറമ്പ് സ്വദേശിക്ക് നേരത്തെ ഏതെങ്കിലും കേസുകൾ കേരളത്തിലോ കർണാടകയിലോ ഉണ്ടോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആന്ധ്ര സ്വദേശികൾ 4 പേരാണ് ആന്ധ്ര സ്വദേശികൾ ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഇവർക്ക് മറ്റേതെങ്കിലും കേസുകൾ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ കർണാടകയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇത്തരത്തിലുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പരാതിക്കാരില്ല. പോലീസ് സ്വമേധയാണ് ഇതിൽ കേസെടുത്തത്. പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. നിലവിൽ ഈ സമയം വരെ ഇതിൽ ഒരു പരാതി വന്നിട്ടില്ല. പോലീസിൽ ഇതിൽ പ്രധാനമായും സംശയിക്കുന്നത് വലിയ തോതിലുള്ള ഒരു പണമിടപാട്, ഇത്തരത്തിൽ ഒരു കള്ളപ്പണ ഇടപാട് കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതിന്റെ ഒരു കണ്ണി മാത്രമാണ് ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകലിനിരയായ ഹനീഫ എന്നാണ്. ഇതിൽ വലിയ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ ഒരു 3 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിൽ ബേക്കൽ സ്വദേശിയായ ഷെരീഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇയാളാണോ ഈ കൊട്ടേഷൻ നൽകിയതെന്ന ഒരു സംശയമുണ്ട്. എന്നാലും കൂടുതൽ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വലിയ തോതിൽ പരിഭ്രാന്തി പരത്തിയ ഒരു സംഭവമാണ് ഇന്നലെ ഇത് നടന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയെന്ന് എടുത്തു പറയേണ്ടി വരും. പോലീസ് വിശദമായ പരിശോധന നടത്തി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരാതിക്കാരില്ലാത്ത ഒരു കേസാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയും അപ്പോൾ തന്നെ ഇതിൽ അന്വേഷണം നടത്തുകയും കർണാടക പോലീസിനെ കൂടി വിവരം അറിയിക്കുകയും മുഴുവൻ കർണാടക സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും ഈ വിവരം പാസ് ചെയ്യും. അങ്ങനെയാണ് ഇവരെ ഇപ്പോൾ പിടികൂടാനായത്. ഏതായാലും വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പ്രതികളെ ഇപ്പോൾ ടൗൺ പോലീസിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകും എന്നതിനെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർക്ക് ഇനി മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലോ അതല്ലെങ്കിൽ മറ്റ് ഇടപാടുകൾ നടത്തിയോ എന്നതാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം കർണാടക പോലീസും വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കർണാടകയിൽ നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ബാങ്ക് കവർച്ചയും അങ്ങനെ വലിയ തോതിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരം കേസുകളിൽ ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിനുമായി ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ആളുകൾ അതാണ് ഇനി കിട്ടേണ്ടത്. അത്തരത്തിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശ്രീജ, ബൈജു, ഈ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് ഇവർ ഈ അന്തർ സംസ്ഥാന തലത്തിൽ ഇത്തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകളൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ കൂടുതൽ ഇവരെ പറ്റിയുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ടോ? ഈ സംഘം എത്രത്തോളം വലുതാണ് എന്നതിലൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഇത് വലിയ തോതിലുള്ള ഒരു റാക്കറ്റ് മാഫിയ സംഘങ്ങൾ എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ ഹനീഫ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയാകുന്നു എന്നാണ്. കാരണം ഇയാളും ഈ കള്ളപ്പണ ഇടപാടിന്റെ ഒരു കണ്ണിയാണ്. പക്ഷേ മുഖ്യ ഇതിലെ ഒരു സൂത്രധാരനുണ്ട്, അയാളെയാണ് പിടികൂടേണ്ടത്. അതിനാണ് ഇപ്പോൾ പോലീസ് ശ്രമം നടത്തുന്നത്. തീർച്ചയായും കർണാടകയിലും കേരളത്തിലും ആന്ധ്രാപ്രദേശിലും അങ്ങനെ വലിയ തോതിൽ അന്തർ സംസ്ഥാന ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ഒരു സംഘം തന്നെയാണ് ഇതെന്ന് പോലീസിന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ നിലവിൽ ഇവർക്ക് മറ്റ് കേസുകളുണ്ട് എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. നമുക്കറിയാം ഇത്തരം സംഘങ്ങൾ സ്ത്രീകളെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മംഗളൂരുവിലൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഏതെങ്കിലും കേസുകളിൽ ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ തട്ടിക്കൊണ്ടുപോയ മുഴുവൻ ആളുകളെയും പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു എന്നതിനെയാണ് നേട്ടം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചുരുളഴിയാൻ വലിയ താമസമില്ല. അത്തരത്തിലുള്ള ഒരു വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഹനീഫയെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഈ ഹനീഫ ഈ ഇടപാടുകാരിലെ ഒരു കണ്ണിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2000 നിരോധിക്കപ്പെട്ട നോട്ട് അതെന്തിനാണ് ഈ സമയത്ത് ഇവർ കൈമാറുന്നത്, അല്ലെങ്കിൽ അതിന് ആവശ്യക്കാർ ഇപ്പോഴും ഉണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത് അത്തരത്തിൽ 2000 രൂപ ലഭിച്ചാൽ അത് പിന്നീട് ഇവർ എന്താണ് ചെയ്യുന്നതെന്നും അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയൊരു മാഫിയ സംഘം അല്ലെങ്കിൽ വലിയൊരു തട്ടിപ്പ് കഥകൾ തന്നെ ഇതിൽ പുറത്തു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പോലീസ് അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവപൂർവമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഇന്റലിജൻസ് വിഭാഗവും
പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ 2000-ന്റെ നോട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്റലിജൻസ് വിഭാഗം പ്രധാനമായി അന്വേഷിക്കുന്നത്. കാരണം ആർക്കാണ് ഈ 2000-ന്റെ നോട്ട് ഇപ്പോൾ ആവശ്യം, അതെങ്ങനെയാണ് 2000-ന്റെ നോട്ടുകൾ മാറ്റി പണമായി ലഭിക്കുന്നത് ഈ നിലവിലെ സാഹചര്യത്തിൽ, അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 70 ലക്ഷത്തോളം രൂപ ഈ ആന്ധ്ര സ്വദേശികൾ ഈ കേരളത്തിൽ നിന്നുള്ള കാസർഗോഡ് സ്വദേശികൾക്ക് നൽകിയെന്നാണ് പറയുന്നത്. അത് ഈ ആ പണം നൽകിയതിനു ശേഷം ഈ 2000-ന്റെ നോട്ട് ഇവർക്ക് തിരിച്ച് നൽകിയില്ല. അതാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ പ്രധാന കാരണം. 3 ദിവസത്തോളം ഈ ആന്ധ്രയിൽ നിന്നെത്തിയ സംഘം കാസർഗോഡ് എത്തി ഇയാളെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസരം വരുമ്പോഴാണ് ഈ ഹോട്ടലിന് മുന്നിൽ, അതായത് പട്ടാപ്പകൽ 12 മണിയോടുകൂടി ഈ സംഭവം നടക്കുന്നത്. കൂടുതൽ ആളുകൾ ആ പ്രദേശത്ത് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വാഹനം കൊണ്ടുവരുന്നു, ഇയാളെ ബലമായി പിടിച്ച് ഈ വാഹനത്തിലേക്ക് കയറ്റുന്നു. പിന്നീട് അത് കർണാടക ഭാഗത്തേക്ക് പോകുന്നു. ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു. പരാതിക്കാരില്ലാത്തതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു. കർണാടക പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് ഇപ്പോൾ വലിയൊരു സംഘത്തെ പിടികൂടാനായത്. ഏതായാലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണമായി ഇപ്പോൾ നടക്കുന്നത്. ശ്രീജ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. കാസർഗോഡ് സിനിമ സ്റ്റൈലിലായിരുന്നു ഇന്നലെ തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. ആ കേസിലാണിപ്പോൾ കർണാടകയിലെ ഹാസനിൽ നിന്ന് പ്രതികൾ പിടിയിലായിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയ ആൾ ഉൾപ്പെടെ നോട്ടിരട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ജയിൽ DIG വിനോദ് കുമാറിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ്. TP കേസ് പ്രതികളായ അണ്ണൻ സിജിത്തിന്റെയും കൊടി സുനിയുടെയും ബന്ധുക്കളിൽ നിന്നുൾപ്പെടെ കുപ്രസിദ്ധ കേസുകളിലെ തടവുകാരുടെ പരോളിനായി വിനോദ് കുമാർ ഗൂഗിൾ പേ വഴി പണം കണ്ടെത്തിയെന്നാണ് കണ്ടെത്തൽ. പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് 1,80,000 രൂപയാണ് ഓൺലൈൻ ഇടപാടുകളിലൂടെ വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലെത്തിയത്. വിനോദിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതായും വിജിലൻസ് സ്ഥിരീകരിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, സംസ്ഥാനത്തെ ജയിലുകൾ കേന്ദ്രീകരിച്ച് പലതരം തട്ടിപ്പുകളും അല്ലെങ്കിൽ പലതരം അനധികൃതമായ കാര്യങ്ങളും നടക്കുന്നതായി നേരത്തെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ പോലീസുകാർ തന്നെ നേതൃത്വം നൽകുക അല്ലെങ്കിൽ ഒത്താശ ചെയ്യുക എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഗൂഗിൾ പേയുടെയൊക്കെ രേഖകളൊക്കെ ഉണ്ടാകുമെന്നറിയാതെയാണോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നതാണ് പ്രധാനപ്പെട്ട സംശയം. ഇപ്പോൾ ഇത് വരുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ പരോൾ കിട്ടിയെന്ന ചോദ്യത്തിന് കൂടി ഉത്തരം വരികയാണോ? അതായത് ജയിൽ DIG വിനോദ് കുമാറുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് ലഭിച്ച ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിൻ്റെ പൂജപ്പുരയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് SIU-1 ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. അങ്ങനെ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ അവരുടെ പരിശോധനയിൽ ഈ എന്ത് വിവരമാണോ ലഭിച്ചത് ആ വിവരം ശരിവെക്കുന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് വിനോദ് കുമാറിനെതിരെ വലിയ നിയമ നടപടിക്ക് വരെ വഴി തുറന്നേക്കാവുന്ന ചില കണ്ടെത്തലുകളിലേക്ക് വിജിലൻസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് സംസ്ഥാനത്തെ കുപ്രസിദ്ധ കേസുകളിൽപ്പെട്ട് ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന തടവ് പുള്ളികളുടെ പക്കൽ നിന്ന് പരോൾ ലഭിക്കുന്നതിന് വേണ്ടി DIG ഗൂഗിൾ പേയിൽ പണം സ്വീകരിച്ചു എന്നാണ് കണ്ടെത്തൽ. അതിൽ TP കേസിലെ 2 പ്രതികൾ, അതായത് അണ്ണൻ സിജിത്ത് അതോടൊപ്പം തന്നെ കൊടി സുനി, ഈ 2 പേരുടെ ബന്ധുക്കളും ജയിൽ DIGക്ക് പണം കൈമാറിയിട്ടുണ്ട് ഗൂഗിൾ പേ വഴിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രമല്ല 1,80,000 രൂപ DIGയുടെ അക്കൗണ്ടിലേക്ക് എത്തിയതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ വിജിലൻസ് ശേഖരിച്ചിരിക്കുന്നത്. സമാനമായ തരത്തിൽ വിനോദ് കുമാറിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും പണം എത്തിയിട്ടുണ്ട് എന്നാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന സൂചന. അതുമായി ബന്ധപ്പെട്ട ബാങ്ക് വിശദാംശങ്ങളടക്കം അവർ വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിലെ 2 ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരുടെ കയ്യിൽ നിന്നും ഒരു മുൻ ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും സമാനമായ തരത്തിൽ വിനോദ് കുമാർ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുകൂടി വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ഡിജിറ്റൽ തെളിവുകളും, അതായത് സാമ്പത്തിക ഇടപാടുകളുടെ ട്രാൻസാക്ഷൻ രേഖയടക്കം കൃത്യമായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ പരോൾ നൽകുന്ന സമയത്തും, അതായത് ഒന്നുകിൽ പരോൾ ലഭിക്കുന്നതിന് 2 ദിവസം മുമ്പ്, അതല്ല എങ്കിൽ പരോൾ ലഭിച്ചതിന് ശേഷം ഉടൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ, ഈ ദിവസങ്ങൾക്കിടയിലാണ് ഈ പണം വിനോദ് കുമാറിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് പരിശോധനയിലെ കണ്ടെത്തൽ. മാത്രമല്ല ഇത് എപ്പോൾ മുതലാണ് ഇങ്ങനെ പണം സ്വീകരിക്കാൻ തുടങ്ങിയത്, അതായത് പരോൾ ലഭിക്കുന്നതിന് പാരിതോഷികമായി പണം സ്വീകരിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ഓഫർ വെച്ചുകൊണ്ട് പരോൾ അനുവദിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനയാണ് വിജിലൻസിൻ്റെ പ്രത്യേക സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പരോളിനും കൈക്കൂലി കൊടുത്തതിൻ്റെ രേഖകളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജയിൽ DIG വിനോദ് കുമാറിൻ്റെ അക്കൗണ്ടിൽ
പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് 1,80,000 രൂപ ഓൺലൈൻ ഇടപാടുകളിലൂടെ വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലെത്തിയെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ഡാൻ ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് രഹസ്യ വിവരം ലഭിച്ചു. ഇതിപ്പോൾ ഈ ഒരൊറ്റ കേസിലെ വിവരങ്ങളാണ് ഈ തരത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ദീർഘകാലമായി നടന്നിട്ടുണ്ടാവണം, ഇതിൽ മറ്റുള്ളവരും പങ്കുപറ്റിയിട്ടും ഉണ്ടാവണമല്ലോ. ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ കൂടി നടക്കുന്നില്ലേ? അതായത് പലരുടെ കയ്യിൽ നിന്നായി കൈപ്പറ്റിയ 1,80,000 രൂപ ഈ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് കണ്ടെത്തൽ. അതായത് ഇത് കുറച്ചധികം നാളുകളായി ഇങ്ങനെ പരോൾ അനുവദിക്കുന്നതിന് പണം വാങ്ങിയിരുന്നു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് എപ്പോൾ മുതൽ തുടങ്ങിയതാണ് എന്ന കാര്യമൊക്കെ വിശദമായി ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. അതായത് ഒരു നിശ്ചിത എമൗണ്ടാണ് ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് വിനോദ് കുമാർ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ പറയുന്ന എമൗണ്ട് അപരിചിതമായ അക്കൗണ്ടുകളിൽ നിന്ന് വിനോദ് കുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ മുഖേന എത്തിയതിൻ്റെ വിശദാംശങ്ങളാണ് കൃത്യമായി തന്നെ വിജിലൻസ് സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി വിശദമായി പരിശോധിക്കുന്നതിലൂടെ ഏതൊക്കെ ആളുകൾക്ക് പണം കൈപ്പറ്റിയതിൻ്റെ പേരിൽ പരോൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അനർഹമായി, അതോടൊപ്പം ജയിലിൽ കൃത്യമായി സുഖസൗകര്യങ്ങൾ പണം നൽകിയതിൻ്റെ പേരിൽ മാത്രം ജയിലിൽ ആർക്കൊക്കെ സുഖസൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടക്കും. മാത്രമല്ല പല ജയിലുകളിലും ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണുമൊക്കെ പ്രതികൾക്ക്, തടവുപുള്ളികൾക്ക് എത്തിച്ച് നൽകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ തരത്തിൽ പിന്നീട് വിവാദമാകുന്ന സാഹചര്യം വന്നു. പിന്നീട് മിന്നൽ പരിശോധനകളൊക്കെ ജയിലുകളിൽ നടക്കുകയും മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടിച്ചെടുക്കുന്ന സാഹചര്യമൊക്കെ പല ജയിലുകളിലും ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് കൃത്യമായി അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട, ജയിലിൽ കൃത്യമായാണ് നടപടിക്രമങ്ങൾ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഇങ്ങനെ പരോൾ അനുവദിക്കുന്നതിന് പണം കൈപ്പറ്റിയെന്ന ഏറ്റവും ഗൗരവതരമായ ഒരു ആരോപണത്തിന് ഇരയാകുന്നത്. അങ്ങനെയെങ്കിൽ വിനോദ് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വൈകാതെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഡാൻ, ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷെ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയാണ് കൊടിസുനി. അങ്ങനെയുള്ള കൊടിസുനിയിൽ നിന്ന് അടക്കം വാങ്ങി എന്ന് പറയുമ്പോൾ ഈ ഏറ്റവും ചർച്ചയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരാൾക്കടക്കം ഇങ്ങനെ ആനുകൂല്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി എന്തൊക്കെ ജയിലിൽ നടന്നിട്ടുണ്ടാകാം. ഇവർക്കൊക്കെ ഈ TP കേസിലെ പ്രതികൾക്കടക്കം നമുക്കറിയാം എന്തൊക്കെ സുഖസൗകര്യങ്ങൾ കിട്ടി. അനധികൃതമായി അവരൊക്കെ ജയിലിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ പരോളിൽ കഴിഞ്ഞതിൻ്റെ രേഖകളൊക്കെ പലതവണ പുറത്തു വന്നതാണല്ലോ. അങ്ങനെയെങ്കിൽ ഇത് ഒരു റാക്കറ്റായി തന്നെ ജയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തില്ലേ? അതായത് രാഷ്ട്രീയമായി ഒരുപാട് സംരക്ഷണവും സ്വാധീനവും ലഭിച്ചിട്ടുണ്ട് TP കേസ് പ്രതികൾക്ക് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ മുതൽ ഉയർന്നു കേൾക്കുന്നതാണ്. അതിനിടയിലാണ് അവർക്ക് വരെ പരോളിന് വേണ്ടി ഈ DIG വിനോദ് കുമാറിന് പണം കൈമാറേണ്ടി വന്നു എന്നൊരു സാഹചര്യം ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ പ്രമാദമായ, എന്നാൽ മാധ്യമ ശ്രദ്ധയിൽ ഇപ്പോൾ ഇടം പിടിക്കാതിരിക്കുന്ന ഒരുപാട് സമാനമായ കേസുകളിലെ പ്രതികളും പരോൾ ലഭിക്കുന്നതിന് വേണ്ടി ബന്ധുക്കൾ മുഖേന ഈ വിനോദ് കുമാറിന് പണം കൈമാറിയിട്ടുണ്ടാകാം എന്നാണ് വിജിലൻസിൻ്റെ സംശയം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സമാനമായ തരത്തിൽ പണം കൈമാറിയാൽ എന്തും നടക്കും ജയിലിനുള്ളിൽ എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായി ഇത് മാറുകയാണ്. അത്തരത്തിലുള്ള സംശയങ്ങളാണ് ബലപ്പെടുന്നത്. അതോടൊപ്പം ലഹരി പദാർത്ഥങ്ങളടക്കം ഇത്തരത്തിൽ പണം കൊടുത്തതിന് ശേഷം ഈ ജയിലിനുള്ളിൽ തടവുകാർക്ക് കൈമാറിയിട്ടുണ്ടോ, അതിൽ ഉദ്യോഗസ്ഥർ കൃത്യമായി അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്, കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ വിജിലൻസ് സംഘത്തിൻ്റെ പരിശോധന എത്തും. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് ഇതിൽ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുകളിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശദമായ അന്വേഷണത്തിലൂടെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഈ ക്രമക്കേടുകളുടെ സാമ്പത്തിക ക്രമക്കേടുകളുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്നതിലൊരു വ്യക്തത കൈവരുമെന്ന വിലയിരുത്തലിലാണ് വിജിലൻസ് ഉള്ളത്. ഈ ഉദ്യോഗസ്ഥന്റെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിക്കുമ്പോൾ ഡാൻ സ്ഥിരമായി ജോലിക്ക് ഹാജരാക്കാത്തതിന് കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ ഒരു തവണ സസ്പെൻഷൻ, TP കേസിലെ പ്രതികൾക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ അടുത്ത സസ്പെൻഷൻ, അത് കഴിഞ്ഞ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ഈ പരാതികളൊക്കെ നിലനിൽക്കുമ്പോഴും എല്ലാം ഒതുക്കി തീർത്ത്, അന്വേഷണങ്ങളെല്ലാം ഒതുക്കി തീർത്ത് DIG ആയി. ഈ DIG-യെ ജയിൽ ആസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ജയിൽ വകുപ്പ് മേധാവിമാർ പലതവണ അഭ്യർത്ഥിച്ചിട്ടും ആഭ്യന്തര വകുപ്പ് ഈ ഉദ്യോഗസ്ഥന് സംരക്ഷണം നൽകി. അപ്പോൾ വേണ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായും ഇത്തരം പരാതികളൊക്കെ ഉയർന്ന ശേഷവും അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുന്നത്.
അതായത് വിനോദ് കുമാറിന് കൃത്യമായി ഉന്നതമായ ബന്ധങ്ങളുണ്ട്, ഉന്നതമായ സ്വാധീനങ്ങളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ മുതൽ ഇത്തരത്തിൽ ഉയർന്നു കേട്ടിട്ടും വിനോദിനെതിരെ ഒരു നടപടി, വകുപ്പ് തല നടപടികൾ പേരിന് മാത്രമായി ഒതുങ്ങുകയും ജയിൽ വകുപ്പിൽ തന്നെ തുടരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല. ഇതിൽ കൃത്യമായി തെളിവുകൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് സേനയിൽ അച്ചടക്കം ഉറപ്പുവരുത്തേണ്ട ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ വലിയൊരു ആരോപണം ഉയരുമ്പോൾ അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് നിർബന്ധിതമാകും. കേവലം ഒരു സസ്പെൻഷൻ ഉൾപ്പെടെ, അതായത് നേരത്തെ ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സ്വീകരിച്ച നടപടികൾക്ക് അപ്പുറത്തേക്ക് ജയിൽ വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുമോ എന്ന കാര്യത്തിലാണ് ഇനിയൊരു ആകാംക്ഷ നിറയുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വിരമിക്കാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ ജയിൽ DIG വിനോദ് കുമാറിനെതിരെ ഇപ്പോൾ വിജിലൻസിൻ്റെ നടപടി വരുന്നത്, വിജിലൻസ് കേസിൽ പ്രതിയാവുന്നത്. പക്ഷേ ഇതുവരെ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിൽ മുമ്പൊക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഗൂഗിൾ പേ വഴി ഈ പണപ്പിരിവ് നടത്തി പ്രതികൾക്ക് പരോൾ അനുവദിക്കുക, ജയിലിൽ അനധികൃതമായി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഇതൊക്കെ ചെയ്തതുകൊണ്ട് ജയിൽ വകുപ്പിൽ തന്നെ അദ്ദേഹം തുടർന്നു. അദ്ദേഹം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ബാധിക്കാതെ, ഇത്രയേറെ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ അവിടെ തന്നെ തുടർന്നു. ഇപ്പോൾ എന്തായാലും വിരമിക്കാൻ 4 മാസം ബാക്കിയുള്ളപ്പോൾ വിനോദ് കുമാർ വിജിലൻസ് കേസിൽ പ്രതിയാവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 30 വരെയാണ് റിമാൻഡ് നീട്ടിയത്. A. പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ 30-ന് വീണ്ടും പരിഗണിക്കും. അതേസമയം മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് നടപടി. S. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, എന്തൊക്കെയാണ് ഇന്നത്തെ കോടതി നടപടിയുടെ വിശദാംശങ്ങൾ? ശ്രീജ, ദ്വാരപാലക സ്വർണ്ണക്കടത്ത് കേസിലാണ് ഇരുവരുടെയും റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത്. ഡിസംബർ 30 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. A. പത്മകുമാറിന്റെയും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഡിസംബർ 30-ന് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഇരുവരുടെയും ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പ്രതികളിൽ ആർക്കും ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ കോടതിയിൽ വാദിച്ചിരുന്നു. തുടർന്നാണ് ജാമ്യം നിഷേധിച്ചത്. വിജിലൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം അവിടെയും ലഭ്യമായില്ല. പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കേസല്ലെന്നും ഗുരുതര സ്വഭാവമുള്ള കേസാണിതെന്നുമായിരുന്നു കോടതി നിരീക്ഷിച്ചത്. എന്തായാലും ഇനിയിപ്പോ ക്രിസ്തുമസ് അവധിക്ക് ശേഷമായിരിക്കും കേസ് പരിഗണിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നു കൂടിയുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ട് ED സമർപ്പിച്ച അപേക്ഷയിൽ നാളെയാകും ശ്രീജ ഇതിന്റെ ഒരു വിധി പറയുക. SITയുടെയും EDയുടെയും വാദം ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ പൂർത്തിയായിരുന്നു. കേസിലെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നുമാണ് EDയുടെ ആവശ്യം. എന്നാൽ ഈ രേഖകൾ നൽകാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നതും. എന്നാൽ ഇതിന്റെ വാദം ഇന്നലെ പൂർത്തിയായി. ഇതിൽ നാളെ വിധി പറയാനിരിക്കുകയാണ്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെയാണ് നീട്ടിയിരിക്കുന്നത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ന് പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് 30 വരെ വീണ്ടും റിമാൻഡ് ചെയ്യുകയായിരുന്നു. ശ്രീജ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, 2019-ൽ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന S. ജയശ്രീ ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ അന്ന് ഉത്തരവ് ഇറക്കിയ കുറ്റത്തിലാണ് അവർക്കെതിരെ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപ്പട്ടികയിലാവുകയും ചെയ്തു. ഇത് ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ തുടർന്ന് ഇതേ കാരണങ്ങൾ പറഞ്ഞാണ് ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതും. ഇന്ന് ഈ ഒരു കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്യും. ശ്രീജ, S. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. ഒപ്പം മുൻ ദേവസ്വം സെക്രട്ടറിയായ S. ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു എന്ന വാർത്ത കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വരികയാണ്. അവരുടെ ആരോഗ്യ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഒരു പാരഡി ഗാനമാണല്ലോ. വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിൽ കേസെടുത്തതിന് പിന്നാലെ തുടർ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സൈബർ ക്രൈം പോലീസ്. പ്രതി ചേർത്തവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് നീക്കം. വിവിധ സൈറ്റുകളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യുന്നതിന്റെ സാധ്യതകളും സൈബർ ക്രൈം പോലീസ് പരിഗണിക്കുന്നുണ്ട്. അതേസമയം പാരഡി പാട്ടിൽ കേസെടുത്തതിലൂടെ സിസ്റ്റത്തെ അപകടകരമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേസിൽ പ്രതി ചേർത്തവരുടെ അഭിഭാഷകനായ മുഹമ്മദ് ഷാ ആരോപിച്ചു. വരികളിൽ മതത്തെ അപമാനിക്കുന്നില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണ് വിഷയമെന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. കേസ് ഒരാൾ പരാതി കൊടുത്തു എന്നറിയുമ്പോൾ
ഞങ്ങൾ ആദ്യം നോക്കിയത് ഇതിൻ്റെ ലിറിക്സാണ്, ഇതിൻ്റെ വേർഡുകൾ എന്തൊക്കെയാണ്. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. ആ ലിറിക്സിൽ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, അതായത് ഔട്ട്റേജിങ് ദ റിലീജിയസ് ഫീലിംഗ്സ് ഓഫ് എനി ക്ലാസ് ഓഫ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇതിനകത്ത് ഏത് വാക്കാണ് ഔട്ട്റേജ് ചെയ്തിരിക്കുന്നത്? മറ്റൊന്ന് ഇൻസൾട്ട്സ് ഓർ അറ്റംപ്റ്റ്സ് ടു ഇൻസൾട്ട് ദ റിലിജിയൻ ഓർ റിലീജിയസ് ബിലീഫ്സ്. ഒരു റിലീജിയസ് ബിലീഫിനോ റിലീജിയനെയോ ഇൻസൾട്ട് ചെയ്യുന്ന എന്ത് വാക്കാണ് അതിനകത്തുള്ളത്? ഇത് ശരിക്കും ഒരു പ്രാർത്ഥനയാണ്. അയ്യപ്പ സന്നിധിയിൽ നടത്തിയ വലിയ കൊള്ള, ആ കൊള്ള നടത്തിയതിന്റെ മേലൊരു പ്രാർത്ഥനയാണ്. ജനസമൂഹം ഒരു പ്രാർത്ഥനയായി ഇത് ഏറ്റെടുത്തു. പ്രാർത്ഥനയായി ഏറ്റെടുത്തപ്പോ ആ സമൂഹത്തിന് അനുകൂലമായ ഒരു പ്രാർത്ഥനയായ ഒരു ഇത് ആരെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്? അഫക്ട് ചെയ്ത ആളുകൾ അഗ്രീവ്ഡായി. അഫക്ട് ചെയ്തത് കൊള്ളക്കാരെയാണ്. ഇത് ആരാണോ കള്ളക്കടത്ത് നടത്തിയത് അവരെയാണ് അഫക്ട് ചെയ്തത്. ഇനി സാധാരണ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഒരു ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ഒരു വിഷ്വല്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗീതം, അത് ഒഫൻസീവ് ആണ് എന്നോ ഏതെങ്കിലും ക്രൈം എടുക്കണമെങ്കിൽ ആദ്യം ഇത് മാറാൻ പറ്റില്ലല്ലോ. എഴുതിയ ലേഖനമോ പാട്ടോ അതിന്റെ ഒരു വാക്കുകളും സെന്റൻസും മാറാൻ പറ്റില്ല. പിന്നെ പരാതിക്കാരൻ എന്താ പറയുന്നത്? ഈ എഴുതിയ സാധനം എന്റെ റിലീജിയസ് സെന്റിമെന്റ്സിനെ അഫക്ട് ചെയ്തു എന്നാ പറയുന്നത്. അത്രേ ഉള്ളൂ. അയാൾക്ക് ഒറ്റ റോഡേ ഉള്ളൂ, എന്റെ റിലീജിയസ് സെന്റിമെന്റ്സിനെ അഫക്ട് ചെയ്തു. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്താ നോക്കേണ്ടത്? അയാൾ നോക്കേണ്ടത് ഈ ലേഖനം എടുത്ത് വായിക്കണം, ഇത് റിലീജിയസ് സെന്റിമെന്റ്സിനെ അഫക്ട് ചെയ്യുന്നതാണോ നോക്കണം. എന്നിട്ട് അയാളോട് പറയണം പറ്റില്ല, ഇത് അഫക്ട് ചെയ്യുന്നില്ല. ഏത് കോമൺ മാൻ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം അഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, ഇപ്പോൾ നമ്മൾ ഈ പ്രതി ചേർത്തവരുടെ അഭിഭാഷകൻ പറയുന്നത് കേട്ടല്ലോ, ഈ മതവികാരത്തെ വ്രണപ്പെടുത്തി സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞൊരു കേസെടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ വികാരം വ്രണപ്പെട്ടവർ രംഗത്ത് വരണം. പക്ഷേ അങ്ങനെ ആരും രംഗത്ത് എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, സർക്കാരിന് മാത്രമാണ് ഇതിൽ വലിയ പരാതിയുള്ളത്, സർക്കാരിന് മാത്രമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് ഈ സൈബർ ക്രൈം പോലീസ് ആലോചിക്കുന്നത്? അവിടെ ഒരു തിരുത്ത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ പരാതി നൽകിയിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട പരാതിയുമായി, അല്ലെങ്കിൽ CPM അതിൽ പരാതി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു. എന്തായാലും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയാണ് അദ്ദേഹം അത് ADGPക്ക് കൈമാറിയത്. തുടർന്നാണ് സൈബർ ക്രൈം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 299, 353 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതിക്കാരൻ്റെയും സമൂഹത്തിൻ്റെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ പാരഡിയിലുണ്ട് എന്നതാണ് FIRലെ പരാമർശം. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാൽ FIR രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നുവെന്നാണ് FIRലെ പരാമർശം. എന്തായാലും രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത കൈവരുള്ളത്. ആദ്യമായിട്ടല്ല ഒരു രാഷ്ട്രീയ വിമർശനത്തിൻ്റെ പേരിൽ ഒരു പാരഡി വരുന്നത്, ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പാരഡി വരുന്നത് ആദ്യമായിട്ടല്ല. അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ മാത്രം ഇങ്ങനെ ഒരു പാരഡി അത് നിരോധിക്കണം, അല്ലെങ്കിൽ ആ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സമാനമായ തരത്തിൽ വർഷങ്ങളായി ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വൈറലായിരിക്കുന്ന ആക്ഷേപഹാസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പാരഡികളുണ്ട്. അതിൻ്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇതെങ്ങനെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് സ്ഥാപിക്കാൻ കഴിയും, നിയമപരമായി സ്ഥാപിക്കാൻ കഴിയും, അതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സൈബർ ക്രൈം പോലീസ് ഇവർക്ക് നോട്ടീസ് നൽകി 4 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും വൈകാതെ തന്നെയെന്നാണ് അറിയുന്നത്. അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ നടക്കം ഈ പാട്ട് ഇതിങ്ങനെ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മെറ്റയ്ക്ക് ഒരു പരാതി അയക്കാനും അങ്ങനെ അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ അത് പിൻവലിക്കണം, സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഈ വിവാദത്തിന് കാരണമായിരിക്കുന്ന പാട്ട് പാരഡി പിൻവലിക്കണമെന്ന ഒരു ആവശ്യം കൂടി സൈബർ ക്രൈം പോലീസ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് മെറ്റയ്ക്ക് മുമ്പിൽ എന്നാണ് അറിയുന്നത്. ഡാൻ, ഈ CPMന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം ഇത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിച്ചു എന്നതൊക്കെയാണല്ലോ. അത് കാണിച്ചാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുന്നതൊക്കെ. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും ഒരുപക്ഷെ നമ്മളൊന്നും ഇത്രയ്ക്കധികം കേട്ടിരുന്നില്ല. അതിനുശേഷമാണ് ഈ പാട്ടിനെക്കുറിച്ച് ഇങ്ങനെ വാർത്തകൾ വരുന്നതും അത് ഇത്ര വലിയ വാർത്തകളിൽ എല്ലായിടത്തും ഇടം പിടിക്കുന്നതും ഈ പാട്ട്.
അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ CPM ഉദ്ദേശിക്കുന്നത് ഇത് ഈ സൈബർ സ്പേസിൽ നിന്ന് ഈ പാട്ടുകൾ നീക്കം ചെയ്യപ്പെടണം, ഈ പാട്ട് ഷെയർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് നീക്കം ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണോ? തെരഞ്ഞെടുപ്പിൽ ഇത് നെഗറ്റീവായി പ്രതിഫലിച്ചു എന്നതിൽ ഉപരിയായി അവർ താല്പര്യപ്പെടുന്നത്? അതായത് ഈ പാട്ടിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ്, ഈ പാരഡിയുടെ ആദ്യ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനൊരു രണ്ടാം ഭാഗമുണ്ട്. ആ രണ്ടാം ഭാഗം കൂടെ വൈകാതെ പുറത്തു വരുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ ഈ ഡാനിഷ് മലപ്പുറം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാട്ട് ഇങ്ങനെ ഹിറ്റാകുകയും അത് വലിയ തരത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലായിടത്തും ചർച്ചയായി മാറുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനൊരു രണ്ടാം ഭാഗം കൂടി വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം നമുക്കറിയാം. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടാനുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാകും പരാതി നൽകുമെന്ന കാര്യമൊക്കെ രാജീവ് അബ്രാവ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാനുള്ളത്. മാത്രമല്ല അവർ മുമ്പോട്ട് വെക്കുന്ന അതിൽ മതവികാരം വ്രണപ്പെട്ടുവെന്ന കാര്യം മെറ്റ അതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കും? അങ്ങനെ ഈ പാട്ട് നീക്കം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നാൽ അത് വലിയ തരത്തിൽ മറ്റ് വിമർശനങ്ങളുമായി കോൺഗ്രസ് ഉൾപ്പെടെ UDF ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യം വരും. എന്തായാലും ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം നിയമസഹായം ഉറപ്പുവരുത്തുമെന്ന് ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് ഇതൊരു നിയമ പോരാട്ടം എന്നതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ കൂടിയായി, വാക്പോരായി കൂടി മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.